കാരണം 350 ഡോക്ടർ ട്രാൻസ്ജെൻഡർ സിവിൽ ഒരു വർഷം 2 കോടി ടേണോവറിന്റെ ബിസിനസ് നേരെ 35-40 ലക്ഷം വിവിധ സാർ വിളിച്ച ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് ഞാൻ 1 കോടി രൂപ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് 11 മാസം കൊണ്ട് 1 കോടി രൂപ നേടിയ ഒരാൾ. ഗൾഫിൽ എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് ഫാമിലി ബിസിനസ് ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് ഇമ്പോർട്ടിങ്ങിൽ ജോയിൻ ചെയ്തു. അവിടെയാണ് കൊറോണ എന്നൊരു വില്ലൻ വന്നുദിച്ചത്. അപ്പൊ പിന്നെ ഒന്ന് പറയണ്ടല്ലോ, ആളുടെ കയ്യിൽ എല്ലാം പോയി. അതിന് തോന്നാതെ 11 മാസം കൊണ്ട് ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് 1 കോടി രൂപ നേടിയ ഒരു അടിപൊളി വ്യക്തിയെയാണ് നമ്മുടെ ഫൈനൽ സ്പീച്ചിനായിട്ട് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. So ladies and gentlemen, with a huge round of applause, let me welcome Mr. Sibi Musa on the dance, please. Okay, business honor. Wow, this is your award. Wonderful, great achievements. നിങ്ങളുടെ എത്ര പേർക്ക് ഫ്ലവേഴ്സ്, കളേഴ്സ്, നേച്ചർ ഇഷ്ടമാണ്? താങ്ക് യു. ഓർക്കിഡ് ഫ്ലവേഴ്സ് കൊടുത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കളർ ഹാപ്പിനെസ് സൃഷ്ടിച്ചുകൊണ്ട് 1 കോടി നേടി വിജയിക്കുന്നത് എത്ര പേർക്കറിയാനുണ്ട്? താങ്ക് യു വെരി മച്ച്. ഞാൻ സിബി മൂസ, ഓർക്കിഡ് പ്ലാന്റ്സ് ഓൺലൈൻ ചെയ്തിരുന്നു. എന്റെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരു ക്ലാസ് സിബി സാർ ചോദിച്ചു, നിങ്ങളുടെ ഫസ്റ്റ് എൻട്രി പ്രോഡക്റ്റ് 1 കോടിയാണ് എന്റെ പറഞ്ഞത്. ഞാൻ ചാറ്റ് ബോക്സ് നോക്കി 5,000, 6,000, 10,000, 20,000. എന്റെ ഓർക്കിഡ് പ്ലാന്റ് 350. ഇതെങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ളവർ കോടികളുടെ കണക്ക് വരും. നിങ്ങൾ എത്ര പേർക്ക് ഡൗട്ട് വന്നാണ്? താങ്ക് യു. ഇന്ന് ഞാൻ നിങ്ങളുടെ വിഷയം ഒന്ന് കൈയടിക്കാം. ഈ സ്പീച്ച് നിങ്ങൾക്കുള്ള കാരണം 350 ഡോക്ടർ ട്രാൻസ്ജെൻഡർ സിവിൽ സ്റ്റേജിലേക്ക് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വില കൂടി പ്രൊഡക്റ്റിലും നിങ്ങൾക്ക് ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധിക്കണം. അതോടൊപ്പം ബാക്കിയുള്ളവരുടെ സ്നേഹങ്ങൾ നേടാനെ കുറിച്ചാണ്. റെഡിയാണോ? താങ്ക് യു. ഞാൻ തൃശ്ശൂർ കൊടുക്കുന്നത്. ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചത്. ഗൾഫിൽ എഞ്ചിനീയറായി ജോലി ചെയ്തത് ഞാൻ 10 വർഷം മുമ്പ് എന്റെ ജോലി ഉപേക്ഷിച്ച് ഫാമിലി ബിസിനസ് ഓർക്കിഡ് ഇമ്പോർട്ടിംഗ് ജോയിൻ ചെയ്തു. കോവിഡ് എത്ര പേരുടെ ബിസിനസ് തീർത്തു? കോവിഡ് എന്റെ ബിസിനസ് തീർന്നു വിചാരിച്ചു നിങ്ങൾക്ക് എത്തി. കോവിഡ് എന്റെ ബിസിനസ് ബ്ലൂമിംഗ് ആയിരുന്നു. ഓർക്കിഡ് ഫ്ലവേഴ്സ് പോലെ. കൊറോണ വന്ന് ലോക്ക്ഡൌൺ ആയി. ആളുകൾക്ക് ഗാർഡൻ പാഷൻ തുടങ്ങി. എന്റെ ഓർക്കിഡ് ഡെഡ് സ്റ്റോക്ക് ഒരുമിച്ചു. ലോക്ക്ഡൌൺ കഴിഞ്ഞ് പ്ലാന്റ്സ് ഇമ്പോർട്ടിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ബിസിനസ് പഴയപോലെ മൊത്തം ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും കുറച്ച് സെയിലാണ്. പിന്നെ ബാക്കി പഴയ കസ്റ്റമേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കും. ഒരു വർഷം 2 കോടി ടേണോവറിന്റെ ബിസിനസ് നേരെ 35-40 ലക്ഷം. കഴിഞ്ഞ ഏപ്രിൽ 2024 എന്റെ ബിസിനസ് വെറും 1.5 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രതിമാസം 15 ലക്ഷം രൂപയുടെ സ്ഥലത്ത് 1.5 ലക്ഷം രൂപ ബിസിനസ് എക്സ്പെൻസ് നഷ്ടമാണ്. ഞാൻ ആകെ ഡൗണായി. ടെൻഷൻ, കുട്ടികളുടെ ഫീസ്, വീട്ടു ചെലവ്, സ്റ്റാഫ് ചെലവ് എല്ലാം കൂടി വട്ടായി. വൈഫിന്റെ ഒരു കംപ്ലൈൻസ്, പാരന്റ്സിന്റെ ഒരു വേറെ, അതിന്റെ കൂടെ സൂപ്പർ എന്റർടൈൻമെന്റ്, ഇൻസ്റ്റാഗ്രാം റീൽസ്. ഞാൻ ഫുൾ അഡിക്റ്റ് ആയി. ആ ടൈമിൽ ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയാറുണ്ടോ? താങ്ക് യു. ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം റീൽ, നിങ്ങൾക്ക് ക്വാളിറ്റി ലീഡ്സ് കിട്ടുന്നില്ലേ, നിങ്ങളുടെ ബിസിനസ് സഹകരിക്കണം. ഞാൻ എന്താ മനസ്സിലായി. ബാക്കി ഞാൻ അതിന്റെ സൊല്യൂഷൻ അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ താഴെക്കാരൻ ലിങ്ക് കിട്ടിയ എന്റെ 99 വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തു. ഞെട്ടിപ്പോയി. കുറേ സുഖകാര്യങ്ങൾ. സിൽവർ ഓഫർ ഉണ്ട്. ചാടി കയറിയെടുത്ത് സിൽവറിൽ ഞാൻ വീഡിയോ ചെയ്യാൻ പഠിച്ചു, ഫേസ്ബുക്കിൽ കൊടുക്കാൻ പഠിച്ചു, കുറച്ച് ഇപ്പോഴത്തെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ എന്റെ വൈഫ് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. എപ്പോഴും പറയും എന്റെ മെയിൻ സംഭവങ്ങൾ ഡയമണ്ട് എന്താണ് കുറെ പുലികളുടെ റിസൾട്ട് 1 crore ചാമ്പ്യൻസ്. ഒരു സിൽവർ ക്ലാസ്സിൽ സാറ് ഡയമണ്ടിനെ കുറിച്ച് സാറ്
സാർ അതിന് സിൽവറിൽ ഉണ്ടാക്കിയ പൈസ ഞാൻ ഡയമണ്ട് ചോദിച്ചു. കഴിഞ്ഞ ചൂടിൽ ഡയമണ്ട് ഷോക്കേസ് നോക്കുക ഞാൻ 2 മനസ്സിലാക്കി 1.2 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ വൈകിട്ട് ചോദിച്ചു എടുക്കണോ? വൈഫ് പറഞ്ഞു യൂസ്ഫുൾ ആണെങ്കിൽ എടുക്കണം. ഞാൻ പറഞ്ഞു നമുക്ക് 1 മാസം കൂടി ഇത്ര റിസൾട്ട് ഉണ്ടാക്കിയിരുന്നില്ലേ. ഞാൻ 2 കൽപ്പിച്ച് EMI ഓപ്ഷനുകൾ എടുത്തു. പിന്നെ വിപിൻ സാർ പറയുന്നത് ലെറ്റ്സ് ഷിഫ്റ്റ് ദ ഗിയർസ്. ഞാൻ വേറൊരു ലോകത്തെത്തി, വേറെ ലെവൽ സപ്പോർട്ട് ഓരോ മനുഷ്യരുടെ പൂർണ്ണയാണ്. പിന്നെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോയുടെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. കൺസിസ്റ്റന്റ് ആയി ഫേസ്ബുക്കായിട്ട് കൊടുക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ April 2025 വിപിൻ സാർ വിളിച്ച ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് ഞാൻ 1 കോടി രൂപ സമ്പാദിച്ചു. ഒരു ഹൈ ടിക്കറ്റ് പോലും ഇതെങ്ങനെ നടന്നു അറിയണോ? 3 സീക്രട്സ് ചെയ്യാൻ അറിയാമെങ്കിൽ ഏതൊരാൾക്കാർ ചെയ്യാൻ പറ്റും. സീക്രട്സ് അറിയാമോ? സീക്രട്ട് നമ്പർ 1, ഡൗട്ട്ഫുൾ മൈൻഡ്സ് ടു ബിഫോർ മൈൻഡ്സ്. ഒരു ഡയമണ്ട് ക്ലാസ് ഓഡിറ്റിംഗ് വിപിൻ സാറിനെടുത്ത് സ്റ്റാഫിനെ വയ്ക്കാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ചു ഇപ്പം അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ജോലി തോന്നാറുണ്ട്? ഞാൻ സ്റ്റാഫിനെടുത്തില്ല. ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്ത് എന്റെ വർക്കെല്ലാം പെൻഡിങ്. അവസാനം ഞാൻ സ്റ്റാഫിനെ വെച്ചു. എന്റെ വർക്ക് സ്മൂത്ത് ആയി റൺ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബിഫ എന്നൊരു കൺസെപ്റ്റാണ്. ഡൗട്ട്ഫുൾ മൈൻഡ് സെറ്റിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല. ബിഫ മൈൻഡ് സെറ്റ് എനിക്ക് എന്താ ബിസിനസ് ഉയർച്ച ഉണ്ട്. ബിഫ ബ്രെയിൻ ഇൻ ഫ്രീസ് ആക്ഷൻ. ബിഫ മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്യാൻ ഞാൻ ചെയ്ത 3 കാര്യങ്ങൾ പറഞ്ഞത്. ഡോണ്ട് തിങ്ക് ടു മച്ച്, ടേക്ക് ആക്ഷൻ, പിന്നെ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് ആൻഡ് സ്റ്റഡി മോർ. സീക്രട്ട് നമ്പർ 2, യു ആർ നോട്ട് ആൻ എംപ്ലോയി. ഒരു ഡയമണ്ട് ക്ലാസ് വിപിൻ സാർ എന്നോട് വീഡിയോ ഷൂട്ടിങ്ങിനും എഡിറ്റിങ്ങിനും സ്റ്റാഫിനൊക്കെ പറഞ്ഞത്. ഞാൻ ആലോചിച്ച് എഡിറ്റിംഗ് എനിക്കറിയാം, അതിന്റെ ആവശ്യമില്ല. ഇത് തന്നെയായിരിക്കും അക്കൗണ്ടിൽ വെക്കാൻ പറഞ്ഞു, ടെലികോളർ വെക്കാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേര് നിങ്ങൾ തന്നെ ചെയ്താൽ പെർഫെക്റ്റ് ആണെന്ന് തോന്നാറുണ്ട്. അതാണ് എംപ്ലോയി മൈൻഡ് സെറ്റ്. ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ഒരു ബിസിനസ് ഒരിക്കലും കൂടുതൽ സംഭവിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ സിബിൻ മൂസ രാവിലെ 2 മണിക്കൂർ വീഡിയോ ഷൂട്ട് ചെയ്തു, 2 മണിക്കൂർ വീഡിയോ എടുത്തു, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു, പിന്നെ 2 മണിക്കൂർ കസ്റ്റമേഴ്സ് നോക്കി, 2 മണിക്കൂർ അക്കൗണ്ട്സ് നോക്കി, പുതിയ ആഡ് കൊടുക്കും, മാർക്കറ്റിംഗ് ചെയ്യും, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, ബിസിനസ് എക്സ്റ്റൻഷൻ ചെയ്യും. അവൻ എംപ്ലോയി ആയിട്ടിരിക്കും. ഒരു സ്റ്റാഫ് ഒരിക്കലും നമ്മുടെ പ്രൊഫഷൻ ലെവലില്ല, പക്ഷെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആ സിബിൻ മൂസ ഇപ്പൊ ഇതിന്റെ സ്റ്റേജിൽ സംസാരിക്കില്ല, ഇപ്പോഴും അവിടെ നെറ്റിയാണ്. ബട്ട് നൗ ഐ ആം എ ബിസിനസ്മാൻ, നോട്ട് ആൻ എംപ്ലോയി എനിമോർ. നല്ലൊരു ബിസിനസ്മാൻ, ഹയർ സ്റ്റാഫ് ആൻഡ് ഗെറ്റ് ഫ്രീഡം. സീക്രട്ട് നമ്പർ 3, build a challenge and compete only with you. കഴിഞ്ഞ നവംബർ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ ഇതേ സ്റ്റേജ് ഇവിടെ വെച്ച് വിപിൻ സാറിന് ഹോൾ ഓഫ് ഫെയിം അവാർഡ് ഞാൻ സാറോട് പറഞ്ഞു അടുത്ത ഓഫ്ലൈനിൽ ഞാൻ 1 crore അവാർഡ് വാങ്ങും. അത് കഴിഞ്ഞ ഡയമണ്ട് ക്ലാസ് വിപിൻ സാറും ചാലഞ്ചസും പറഞ്ഞു. സാധാരണ ഞങ്ങൾ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാം 1 crore അവാർഡ് വാങ്ങാൻ. ആദ്യമായിട്ട് സ്റ്റുഡൻറ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പറയുന്നത് 1 crore അവാർഡ് വാങ്ങും. ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞ് മൈൻഡ് ഓഫ് ലൈൻ പ്രോഗ്രാം എന്നപ്പോൾ വിപിൻ സാർ പറഞ്ഞു അടുത്ത ടീം അതൊരു സിവിൽ 1 crore ആണ്. ഞാൻ എപ്പോഴും ചിന്തിച്ചത് ശരണ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ വളരെ ലവിങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയ സിബിൻ ആൻഡ് ആയിഷയോടൊപ്പം ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. ശരണ്യ മിസ്, മിസ് ഞാനും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇന്നലത്തെ സഫിയറിന്റെ ഓഫ്ലൈൻ മീറ്റിംഗ് നടന്നിട്ട് അതിന്റെ അടുത്ത ദിവസമാണ്. ഇനി ഞാൻ സിബിനോട് പറയുന്നത് സിബിൻ ഹോൾ ഓഫ് ഫെയിം ആണ്, ഓൾറെഡി ഹോൾ ഓഫ് ഫെയിം ആണ്, സക്സസ്ഫുൾ ഓർക്കിഡ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ 4 മാസം കഴിഞ്ഞ് സിബിൻ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മളന്ന് 1 CR അവാർഡ് സിബിനും ആയിഷയും എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് ഈ സ്റ്റേജിൽ ഞാൻ 1 crore അവാർഡ് വാങ്ങും. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നുമില്ല, ഞാൻ എനിക്കൊരു ചാലഞ്ച്, ആ ചാലഞ്ചിലാണ് ധൈര്യം എല്ലാവർക്കും വേണ്ടത്. ഞാൻ എനിക്ക് ചാലഞ്ച് ഇട്ടിട്ടുണ്ട്. എന്റെ വേർഡ്സും എന്റെ തോട്ട്സും എന്റെ ആക്ഷനും എല്ലാം ഫോക്കസ് ആയി. അതോടൊപ്പം എന്റെ മെന്റർ, എന്റെ ടീം, എന്റെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമുക്ക് എപ്പോഴും ഗോൾ വേണം. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ആക്ഷൻ എടുക്കണം. അത് അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും.
ഇതെനിക്കൊരു വിജയമാണ്. ഈ വിജയം നേടാൻ എന്നെ പിടിച്ചു വെക്കുന്നവർ ഓടാൻ വരെ പിടിച്ച വിപിൻ സാർ എത്ര നന്ദിയാണ് മതിയാണ്. പിന്നെ ഡൗട്ട്സ് ഏത് സമയത്തിലേക്കും വിമൽ സാർ, ശർമ്മ മിസ്, പ്രിയ മിസ്, ശരണ്യ മിസ്, രേഷ്മ മാം, പിന്നെ ബാക്കി ചേച്ചി എല്ലാവർക്കും ഒരായിരം നന്ദി. പിന്നെ ഞാനൊരു റോൾ മോഡലിലേക്കാണ് ഷാനു മിസ്. എന്റെ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് ഇൻസ്പയർ ചെയ്ത പേഴ്സണാലിറ്റി. താങ്ക് യു ഷാനു മിസ്. അറ്റ്ലാസ് എന്റെ ബെറ്റർ ഹാഫ്, എന്റെ വൈഫ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ ഡൗൺ ആയിരിക്കുമ്പോ എന്നെ ബാക്ക് ചെയ്ത് പുഷ് ചെയ്ത് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നല്ലൊരു പങ്ക് ഞങ്ങൾ ചെയ്തു. വെറും ചെടി ഇട്ടെനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറ്റും. ഇതുവരെ സ്പീച്ച് കേട്ടുന്ന എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു. Super. Thank you, Sid. Thank you. Aisha, you can come. These beautiful couples, orchid couples. Wow, super. So Aisha.